ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളുടെ ബ്രാൻഡുകളും അവയുടെ മോഡൽ നമ്പരും അവയുടെ സവിശേഷതകളെ കുറിച്ചിട്ടുമാണ്. ഇലക്ട്രോടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇത്തരം ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ഈ ചാനൽ ഹോം അപ്ലയൻസുകളുടെ ക്ലാസിഫിക്കേഷനും ഹോം അപ്ലയൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹോം അപ്ലയൻസ് റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലല്ല. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ കറണ്ട് ചാർജും ഗ്യാസിൻ്റെ വിലയുമായിട്ട് കണക്ക് കൂട്ടി നോക്കുമ്പോൾ 30% മുതൽ 60% വരെ ലാഭമാണ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ ഉപയോഗിക്കുന്നത് ലോ ക്വാളിറ്റി ഉള്ള ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളാണെങ്കിൽ അവ ഒരുപാട് കറണ്ട് ചിലവാക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ലാഭം കുറയുന്നു. അതേപോലെ തന്നെ ലോ ക്വാളിറ്റിയുള്ള ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളാണെങ്കിൽ അവ വളരെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും നമുക്ക് വലിയ ഒരു ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. നമ്മൾ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപയിൽ താഴെയുള്ള ഇൻഡക്ഷൻ കുക്കറുകൾ ഒരിക്കലും വാങ്ങിച്ച് ഉപയോഗിക്കരുത്. അതിപ്പോൾ നല്ല ഒരു ബ്രാൻഡിൻ്റെ ആണെങ്കിലും മോശപ്പെട്ട ഒരു ബ്രാൻഡിൻ്റെ ആണെങ്കിലും ശരി, 2000 രൂപയിൽ താഴോട്ടുള്ള ഇൻഡക്ഷൻ കുക്കറുകൾ വാങ്ങിച്ച് ഉപയോഗിക്കരുത്. ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ 2000 രൂപയിൽ താഴെ ഉള്ളവയാണെങ്കിൽ ഒന്നെങ്കിൽ അത് വളരെ ലോ ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവയുടെ ഇൻറ്റേർണൽ പാർട്സുകൾക്ക് വളരെ ക്വാളിറ്റി കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവ വളരെ വേഗം കംപ്ലൈൻ്റ് ആയി പോവുകയോ പൊട്ടിപ്പോവുകയോ ചെയ്യുന്നു. അതല്ല, നമ്മൾ നല്ല ഒരു ബ്രാൻഡിൻ്റെ 2000 രൂപയിൽ താഴെയുള്ള ഇൻഡക്ഷൻ കുക്കറാണ് വാങ്ങിച്ചത് എങ്കിൽ അവ ഒരു 1600 വാട്ട്സിന് താഴോട്ടുള്ള ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളായിരിക്കും. അങ്ങനെയുള്ള ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പാചകം ചെയ്യുന്നത് വളരെ പതുക്കെ ആയി പോകുന്നു. ഇപ്പോൾ പാചകം ചെയ്യുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നു. ഈ ഒരുപാട് സമയമെടുത്ത് നമ്മൾ പാചകം ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്ലയൻസ് ആയതുകൊണ്ട് ഇതിനകത്തുള്ള ഇൻറ്റേർണൽ പാർട്സുകൾ വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റാവുന്നു. ഇങ്ങനെ ഹീറ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവ കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 1600 വാട്ട്സിന് മുകളിലുള്ള 2000 രൂപയിൽ മുകളിലുള്ള ഒരു ഇൻഡക്ഷൻ കുക്കർ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ പുറത്ത് വീഴാത്ത രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവ ഇതിൻ്റെ ഈ ഗ്ലാസിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനകത്തൂടെയും അല്ല സ്വിച്ചിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനകത്തൂടെയും ഒക്കെ അകത്ത് പോയി ടച്ച് പാനലുകളും അതേപോലെ ബോർഡുകളും എല്ലാം കംപ്ലൈൻ്റ് ആവുന്നതായിട്ട് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇൻഡക്ഷൻ കുക്കറിൻ്റെ അടിവശത്ത് ഒരു ഫാൻ ഉണ്ട്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫാൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡക്ഷൻ കുക്കർ നമ്മൾ വെക്കുന്ന സ്ഥലം വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമായിരിക്കണം. അതായത് ഇൻഡക്ഷൻ കുക്കറിൻ്റെ അപ്പുറവും ഇപ്പുറവും എല്ലാം മിക്സിയും അതേപോലുള്ള പാത്രങ്ങളും എല്ലാം കൊണ്ടുവച്ച് അടച്ചു വെക്കരുത്. മറിച്ച് ഇൻഡക്ഷൻ കുക്കർ ഇരിക്കുന്ന ഭാഗത്ത് 2 ഭാഗവും നമുക്ക് ഓപ്പൺ ആയിട്ട് കിടക്കണം. എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയാണ് ഇത്. അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനകത്തുള്ള സ്വിച്ചിനകത്ത് നമ്മൾ ഓഫാക്കി വെക്കുക. അപ്പോൾ കുറച്ച് നേരം കൂടെ നമ്മുടെ ഈ ഫാൻ വർക്ക് ചെയ്ത് അത് നിന്നതിന് ശേഷം മാത്രമേ നമ്മുടെ പവർ പ്ലഗിലെ സ്വിച്ച് ഓഫാക്കാവൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൻ്റെ ക്ലാസിഫിക്കേഷനിലേക്ക് കടക്കാം. 5ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉഷയുടെ കുക്ക് ജോയ് എന്ന് പറയുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ CJ1600WPC എന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ 1600 വാട്ട്സ് ഉള്ള ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിനകത്ത് വന്നിരിക്കുന്ന കുക്ക് ടോപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൻ്റെ വോൾട്ടേജ് 150 വോൾട്ട് വരെ താന്നാലും ഈ ഇൻഡക്ഷൻ കുക്കർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പാൻ സെൻസർ ടെക്നോളജിയും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനകത്ത് വെക്കുന്ന പാത്രം എത്ര കനമുള്ളതാണ്, ഏത് ടൈപ്പാണ് എന്ന് അനുസരിച്ചിട്ട് അതിനകത്ത് ആവശ്യമുള്ള രീതിയിൽ ഹീറ്റ് കൊടുക്കുന്ന ഒരു രീതിയാണ് പാൻ സെൻസർ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതും ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജിയും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 1600 വാട്ട്സിന് താഴെയുള്ളവയാണെങ്കിൽ പെട്ടെന്ന് ഇൻറ്റേർണൽ പാർട്സുകൾ ഹീറ്റ് ആവുന്നു. ഈ ഇൻഡക്ഷൻ കുക്കർ 1600 വാട്ട്സ് ആയതുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി സമയമെടുക്കും. അങ്ങനെ ഇൻറ്റേർണൽ പാർട്സുകൾ ചൂടായി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഉണ്ട്. നമ്മൾ ഈ കൂട്ടത്തിൽ 5ാമത് കൊടുക്കാൻ കാരണം ഇത് 1600 വാട്ട്സ് മാത്രമായതുകൊണ്ടാണ്. ബാക്കിയുള്ളവ എല്ലാം 1600 വാട്ട്സിന് മുകളിലുള്ളതാണ്. ഈ ഇൻഡക്ഷൻ കുക്കറിനകത്ത് 10 ആംപിയറിൻ്റെ 3-പിൻ ടോപ്പാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 കിലോയാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിന് 1 വർഷമാണ് വാറൻറ്റി. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2200 രൂപയാണ് ഇപ്പോൾ വില. ഇനി അങ്ങോട്ട് മാറി പറയാനുള്ള സാധ്യതയുണ്ട്.
ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ്. ഇനി നമ്മൾ 4ാം സ്ഥാനത്തായിട്ട് കൊടുത്തിരിക്കുന്ന ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകൾ എന്ന് പറയുന്നത് വി ഗാർഡിൻ്റെ VIC15 എന്ന് പറയുന്ന ഒരു ഇൻഡക്ഷൻ കുക്കർ മോഡലാണ്. ഇതെന്ന് പറയുന്നത് 2000 വാട്ട്സിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 2.5 kg ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് ഇതിൻ്റെ ഇൻഡക്ഷൻ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ കുറഞ്ഞ വോൾട്ടേജിലും വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ഇൻഡക്ഷൻ കുക്കർ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് 100 വോൾട്ട് മുതൽ 270 വോൾട്ട് വരെയുള്ള കറണ്ടിനകത്ത് ഇത് വർക്ക് ചെയ്യുന്നു. 100 വോൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വോൾട്ടേജാണ്. ആ 100 വോൾട്ട് മുതൽ 270 വോൾട്ട് വരെയുള്ള കറണ്ടിനകത്ത് നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതേപോലെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 7 കുക്കിംഗ് പ്രോഗ്രാമുകളാണ് ഉള്ളത്. ബോയിലിങ്ങും സ്ലോ കുക്കിങ്ങും ഇവ കൂടാതെ നമ്മുടെ ഇന്ത്യൻ ഡിഷസ് ആയിട്ടുള്ള ദോശ, ഇഡ്ഡലി, ചപ്പാത്തി മുതലായവ നിർമ്മിക്കുവാനും ഉള്ള രീതിയിലുള്ള കുക്കിംഗ് ഓപ്ഷനുകൾ ഇതിനകത്തുണ്ട്. അതുകൂടാതെ തന്നെ മാനുവൽ ഓപ്ഷനും ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ഇതിനകത്ത് എനർജി കൺസപ്ഷൻ ഇൻഡിക്കേറ്ററുകളുണ്ട്. അതായത് നമ്മളുടെ ഇത് ഒരുപാട് കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതിനകത്ത് ഒരു റെഡ് ലൈറ്റ് എനർജി ഒരുപാട് എടുക്കുന്നു എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് കാണിക്കുന്നതാണ്. അതേപോലെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ നിലനിൽക്കുന്ന രീതിയിലുള്ള കോപ്പറിൻ്റെ കോയിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് 1 വർഷമാണ് വാറൻറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ വില 2700 രൂപയാണ് വരുന്നത്. ഈ വിലയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു ഇൻഡക്ഷൻ കോയിലാണ് ഈ വി ഗാർഡ് VIC15 എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ 3ാം സ്ഥാനത്ത് നൽകുന്നത് ബജാജിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. അതായത് ബജാജ് ABS മജസ്റ്റി സ്ലിം എന്ന് പറയുന്ന ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇത് വളരെ ചെറിയ രീതിയിൽ കോമ്പാക്റ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇത് 2100 വാട്ട്സ് ആണ്. ഇതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 8 രീതിയിലുള്ള കുക്കിംഗ് മെനുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ടച്ച് ആണ് വന്നേക്കുന്നത്. ഇതിനകത്തും പാൻ സെൻസർ ടെക്നോളജി ഉണ്ട്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 3 കിലോ ആണ് വരുന്നത്. ഇതിനും 1 ഇയർ ആണ് ഫുൾ വാറൻറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ വില 3200 രൂപയാണ്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് കൊടുത്തിരിക്കുന്നത് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പായിട്ടുള്ള PIC 6.1 V3 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതെന്ന് പറഞ്ഞാൽ 2200 വാട്ട്സ് വരുന്ന ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. ഇതിനകത്ത് ഹൈ ക്വാളിറ്റി ടഫ്ലോണ്ട് ഗ്ലാസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക് വോൾട്ടേജ് കൺട്രോൾ റെഗുലേറ്ററിനകത്ത് ഇതിനകത്തുമുണ്ട്. ഇതും വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു ഗ്ലാസ് ടോപ്പാണ്. ഇത് നമുക്ക് ക്ലീൻ ചെയ്യുവാനും റിപ്പയർ ചെയ്യാനും എളുപ്പമുള്ള രീതിയിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2900 ആണ് വരുന്നത്. ഇതിൻ്റെ വില 3500 രൂപ ആണ്. ഇനി നമ്മൾ 1ാം സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് ഫിലിപ്സിൻ്റെ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഫിലിപ്സിൻ്റെ വിവ കളക്ഷൻ HD 4938 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് 2100 വാട്ട്സിൻ്റെ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫെദർ ടച്ച് പാനലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ടച്ച് സർഫസ് എന്ന് പറഞ്ഞാൽ കൂളിംഗ് ടച്ച് സർഫസ് ആണ്. അതായത് ഇത് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ടച്ച് ചെയ്യുന്ന സർഫസ് വളരെ നല്ല കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇതിനകത്ത് ആട്ടോ സ്വിച്ച് ഓഫ് ആണ് വന്നിരിക്കുന്നത്. 10 തരത്തിലുള്ള പാചകം ചെയ്യാനുള്ള ഓപ്ഷനുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കാണാൻ വളരെ ലുക്കുള്ള ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്. അതേപോലെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പുകളുടെ കൂട്ടത്തിലുള്ള ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പുമാണ്. അതുകൂടാതെ ഇതിന് കംപ്ലൈൻറ്റും വളരെ കുറവാണ്. ഇതിന് 3 കിലോ ആണ് വെയിറ്റ് വന്നിരിക്കുന്നത്. ഇതിനും 1 വർഷമാണ് വാറൻറ്റി വരുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 4500 രൂപയാണ്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പോയി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ തന്നെ ഈ ടച്ചല്ല സ്വിച്ചായിട്ടുള്ള ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പും ഫിലിപ്സ് ഇറക്കുന്നുണ്ട്. ഇതേ ഇൻറ്റേർണൽ പാർട്സ് തന്നെയാണ് ആ ഇൻഡക്ഷൻ കുക്കറിനകത്ത് വന്നിരിക്കുന്നത്. കാണാനുള്ള ലുക്കിനകത്ത് മാറ്റമുണ്ട്, സ്വിച്ചിനകത്ത് മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതേ ക്വാളിറ്റിയിൽ തന്നെയാണ് അത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിന് കുറച്ച് വിലയും കുറവാണ്. നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അതിൻ്റെ മോഡൽ നമ്പറും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഈ ഫീച്ചറുകൾ തന്നെയാണ് ആ കുക്ക് ടോപ്പിനകത്തും വരുന്നത്. ഒരു വ്യത്യാസവുമില്ല. ഫെദർ ടച്ച് മാറി സ്വിച്ചാണ് വരുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്സിൻ്റെ തന്നെ വിവ HD 4928 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 3200 രൂപയാണ്. 3200 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ് ഇത്. ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഡിസ്ക്രിപ്ഷൻ വഴിയും പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇത്തരം ഹോം അപ്ലയൻസിനെ കുറിച്ചുള്ള വീഡിയോകൾ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിലുള്ള പോരായ്മകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ കമൻറ്റുകളായിട്ട് ചൂണ്ടിക്കാണിക്കുക.